ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി കിഡ്ക്കൻ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനാമികയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. ദേവയാനി ഒരു കേസ് കൊടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ അനാമികയെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ദേവയാനി അനാമികയോട് പറയുന്നുണ്ട്, എടി ദുഷ്ട അനാമികയെ, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. ഇപ്പം എല്ലാ സത്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. നിന്നെപ്പോലെ ഒരു ദുഷ്ട ഈ വീട്ടിൽ ജീവിക്കണ്ട, നീ എന്തായാലും അകത്ത് തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അനാമികയെ കൊണ്ടുപോവാണ്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനാമികയെക്കുറിച്ച് പല കാര്യങ്ങളും അനന്തപുരിയിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അനാമികയുടെ സ്വർണമെല്ലാം വിറ്റിട്ടുണ്ടാവുമെന്ന് ദേവയാനിക്ക് ഏകദേശമൊക്കെ ബോധ്യമായി. അത് ചോദിച്ചപ്പോൾ പറയുകയും ചെയ്തു സ്വർണം വിറ്റിട്ട് സ്ഥലം വാങ്ങിയെന്നുള്ള കാര്യം. അങ്ങനെ ആ പ്ലോട്ടൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ദേവയാനി അനാമികയും കൂട്ടി പോവാണ്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പം വീട് വയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം വേണുവിനോടും രേവതിയോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു അമേരിക്കക്കാരുടെ സ്ഥലമാണ്, ആ ഇടനിലക്കാരൻ ഇവിടെയുണ്ട്, അയാളെ വിളിച്ച് കാണിച്ചു തരാം എന്നൊക്കെ പറയണം. അങ്ങനെയൊക്കെ പോന്നെങ്കിലും ദേവയാനിക്ക് കാര്യങ്ങൾ പിടികിട്ടുകയാണ് കേട്ടോ. അനാമിക പറഞ്ഞതെല്ലാം കള്ളമാണ്, ആ സ്ഥലം അനാമികയുടെ അച്ഛൻ്റെ ഒന്നും അല്ല എന്നുള്ള കാര്യം. അതുപോലെ പല കാര്യങ്ങളും അനാമിക ചെയ്തിരിക്കുന്നത് തെറ്റാണെന്ന് ദേവയാനിക്ക് തോന്നുന്നു. ആ ദേവയാനി അത് നയനയോട് പറയുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല നയനെ, അവൾ പറയുന്ന എല്ലാം കളത്തരവാണ്. ഇപ്പം അവളുടെ അച്ഛനും അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയായിരുന്നു, എന്നിട്ടിപ്പോൾ പറഞ്ഞതൊക്കെ കേട്ടില്ലേ എന്ന് ചോദിക്കുക. അപ്പം നയനയും പറയുന്നുണ്ട്, ശരിയാ അങ്ങനെ തന്നെയാണെന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അനിക്ക് ചേർന്ന പെണ്ണല്ല അനാമിക, അനാമിക അല്ലായിരുന്നു അനിയുടെ ഭാര്യയായിട്ട് ഇവിടെ എത്തേണ്ടത്. കാരണം ഇങ്ങനെ ഒരു തട്ടിപ്പുകാരിയാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് വന്നത്. എന്ത് ചെയ്യാനാ, അന്ന് നന്ദുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിച്ച് ചെയ്യേണ്ടതായിരുന്നെന്ന് പറയുമ്പം അതിനെ പറയാണ്, അന്ന് ഞാനും ചേച്ചിയും തന്നെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നപ്പം അമ്മയ്ക്കുൾപ്പെടെ പലർക്കും ഇവിടെ എതിർപ്പായിരുന്നു. അതുകൊണ്ട് നന്ദുവും അനിയും തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞപ്പം അത് ഞാൻ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരിക്കലും അങ്ങനെ ഒരു വിവാഹം നടക്കാൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ്. ഇനിയിപ്പം വന്നത് വന്നു, ഇനിയിപ്പം എന്താ ചെയ്യുക, നന്ദു തന്നെ മതിയായിരുന്നു എന്ന് ദേവയാനി പറയുമ്പം നയന പറയാ, അങ്ങനെയൊന്നും അമ്മ ഇനി ചിന്തിക്കണ്ട, അതിനി എന്തായാലും നടക്കാൻ പോകുന്നില്ല. അനാമിക അനിയെ ഉപേക്ഷിച്ച് പോയാൽ കൂടി നന്ദു അനിയുടെ ഭാര്യയായിട്ടൊന്നും ഇനി വരില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ ജാനകിയും ജലജയും കൂടി സംസാരിക്കുന്നുണ്ട് ആദർശിനെ കുറിച്ചിട്ട്. അപ്പം ജലജ പറയാണ്, ആ നവ്യ ഉണ്ടല്ലോ, അവള് ഭയങ്കര സാധനമാണ്. രാത്രിയിലൊക്കെ ആ കുഞ്ഞ് കിടന്ന് കരയായിരുന്നു. അതിൻ്റെ കരച്ചിൽ കാരണം ഒന്ന് ഉറങ്ങാൻ പോലും ഇന്നലെ പറ്റിയിട്ടില്ല. എനിക്കാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങിയില്ലെങ്കിൽ തലവേദനയുള്ളതാ. അതിനെ ഇന്നലെ ആ അവൻ എടുത്ത് എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത്. ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് നടക്കാനുള്ള എനിക്ക് ഇഷ്ടമേ ഇല്ല. പിന്നെ ഇപ്പം നവ്യ നമ്മുടെ കൂടെയാണല്ലോ നിൽക്കുന്നതെന്ന് ഓർത്തിട്ടാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനിതിനൊന്നും കൂട്ടു നിൽക്കില്ല. ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ നവ്യയുടെ പാദസേവ വരെ ചെയ്യേണ്ടി വരും ഞാൻ എന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട് കേട്ടോ, അത് അങ്ങനൊന്നും വിചാരിക്കണ്ട. കാരണം നവ്യയുടെ കുഞ്ഞ് അബിയുടെ കുഞ്ഞല്ലേ, അതുകൊണ്ട് തന്നെ കൊച്ചുമോളല്ലേ എന്ന് ചോദിക്കുക ജലജയുടെ എന്ന് ജാനകി ചോദിക്കുക. അപ്പോൾ ജാനകിയോട് ജലജ പറയാം, പിന്നെ എൻ്റെ കൊച്ചുമോൻ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് അവളെ ഇഷ്ടമില്ല, അവളെ മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റത്തുമില്ല. പിന്നെ ഇപ്പം അവളുള്ളത് കൊണ്ട് ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏടത്തിയുടെയും അതുപോലെ നയനയുടെയും ആദർശിൻ്റെയൊക്കെ കാര്യത്തിൽ ചില തീരുമാനങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുകയാണ് ജലജ. സമയം അബി അവിടെ വന്ന് കയറുക. അബിക്ക് ആകെ മൊത്തം ഒരു ആദ്യമൊക്കെയാണ് കേട്ടോ. അനഘയുടെ കാര്യത്തിൽ എന്തൊക്കെയോ ഒരു ചില മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് ആ സുഹൃത്ത് പറയാം. അപ്പോൾ കയറി വന്ന് റൂമിൽ വന്ന് ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഗുണ്ടയോട്, ഇതാ അനഘയുടെ കാര്യത്തിൽ എന്തായി, അവൾ ഇതുവരെ അങ്ങ് തട്ടിപ്പോയുമില്ല. ഇനിയിപ്പോൾ ആ കൊച്ചിനെയും കൊണ്ട് ഇവിടെ എൻ്റെ കൊച്ചാന്ന് പറഞ്ഞ് അവൾ കയറി വന്നു കഴിഞ്ഞാൽ നവ്യ എൻ്റെ സൈഡിൽ നിന്ന് പോകും. നവ്യ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി എന്നെ എപ്പോഴേ ഇവിടുന്ന് പുറത്താക്കിയേനെ. അവളിനി സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ ഏത് രീതി പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്നെ കോടതി കയറ്റും, ജയിലിലും അടയ്ക്കും, അല്ലെങ്കിൽ അവൾ എന്നെ വെട്ടിക്കൊല്ലും. ഇതിലേതെങ്കിലും സംഭവിക്കും. അനഘ എന്തായി എന്ന് ചോദിക്കുക.
അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അനഘയ്ക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെന്ന് ആ ജോലിക്കാരിയോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പണ്ടത്തേലും ഒരു ചെറിയ മാറ്റവും ഒരു പ്രതികരണവും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അവർക്കും ഞങ്ങളെ സംശയമാണ്, നിങ്ങൾ എന്തിനാണ് അടിക്കടി ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്? ഈ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് മൂർത്തി സാറാണ്. മൂർത്തി സാറിന് മാത്രമേ ആ കുട്ടിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ അവകാശമുള്ളൂ. അല്ലാതെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ സംശയമൊക്കെ തോന്നുന്നുണ്ട്. ഇനി സംശയം തോന്നിയാൽ നിന്റെ മുത്തച്ഛനെ അവരറിയിക്കും. അങ്ങനെ അറിയിച്ചാൽ ഞങ്ങളുടെ ചീട്ട് കീറുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നൊക്കെ അവരിങ്ങനെ പറയുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, എടാ ആ കൊച്ച് എൻ്റേതാണെന്നുള്ള വിവരം ഇവിടെ എൻ്റെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല. കാരണം ഞാൻ മറച്ചു വച്ചിരിക്കുക. അമ്മയോട് പലപ്പോഴും പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അമ്മയും പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലോ എന്ന് അമ്മയ്ക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ അമ്മയുടെ നാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം, എല്ലാവരോടും പറഞ്ഞു നടക്കും. അതുകൊണ്ടാണ് ഇപ്പം ആദർശിൻ്റെ തലയിൽ വച്ചിരിക്കുന്നത് കൊണ്ട് അമ്മയും ചെറിയമ്മയും എല്ലാവരും കൂടി ആദർശിനെ നല്ലപോലെ ഇട്ട് വറുത്തെടുക്കുന്നുണ്ട്. അത് തന്നെ കാണുമ്പോൾ എനിക്കൊരു സുഖമുണ്ട്. ഇപ്പം എല്ലാവരും വിചാരിക്കുന്നത് ആദർശിൻ്റെ കൊച്ചു തന്നെയാന്ന്. അല്ല, അവനും അവൻ്റെ ഭാര്യ നയനയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ എനിക്കെന്താ പ്രശ്നം? ഒരു പ്രശ്നവും. പക്ഷേ നീ അനഘ അവൾ കയറി വന്ന് നവ്യോട് പറയുമെന്നുള്ളൂ സംശയം. അല്ലാതെ നയനയും ആദർശമൊന്നും നവ്യോട് പറയാൻ പോകുന്നില്ല. നയനയുടെ ചേച്ചിയല്ലേ നവ്യ, അവളുടെ ജീവിതം തകർന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് നയന. കാരണം നയനയൊക്കെ അറിയാം നവ്യയുടെ സ്വഭാവം. ഇനിയും കെട്ടും പിടിച്ച കൊച്ചിനെ എടുത്ത് തിരിച്ച് നന്ദാവനത്തിലോട്ട് ചെന്ന ആ ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ ബുദ്ധിമുട്ടാകുകയല്ലേ. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത് സഹിച്ചങ്ങ് നിൽക്കുന്നത്. ഏതായാലും അങ്ങോട്ട് പോട്ടെ. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയാ എൻ്റെ കാര്യം. ഇനി ഇതാരും അറിയാതെ പോയാൽ മതിയായിരുന്നു. ആ അനഘ കൂടി ഇല്ലാതായാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നിങ്ങനെ പറയുക. എന്നിട്ട് ഫോണൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ജലജ കേൾക്കുകയാണ് കേട്ടോ അവിടെ നിന്ന്. അപ്പം ജലജയ്ക്ക് കാര്യം പിടികിട്ടി. അഭിയാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ളത് മനസ്സിലായിട്ട് ജലജ റൂമിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ അഭി, നീ ആരെയാടാ ഇപ്പോൾ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ അഭി പറയുന്നുണ്ട്, അതെൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്. എന്താമേ? അല്ല, നീ ഫ്രണ്ടിനോട് എന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ടു. എന്തെങ്കിലും കാര്യങ്ങൾ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോടാ? അപ്പോൾ അഭി പറയും, ഞാനെന്ത് മറച്ചു വെക്കാനാ? എൻ്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകം പോലെയല്ലേ. ഈ അഭി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ അറിഞ്ഞേ ചെയ്തിട്ടുള്ളൂ. ശരി ചെയ്താലും അതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ എന്ത് മറച്ചു വെക്കാനാ? അപ്പോൾ ജലജ ചോദിക്കുക, എടാ സത്യം പറയടാ, നിന്നെ പ്രസവിച്ചത് ഞാനല്ലേ. എനിക്ക് നിൻ്റെ മുഖം കാണുമ്പോൾ അറിയാം നീ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അപ്പം അഭി പറയും, ഞാനൊന്നും മറച്ചൊന്നും വയ്ക്കുന്നില്ല. മറച്ചു വെക്കുന്ന മുഴുവൻ ആ ആദർശല്ലേ എന്ന് പറയുമ്പം ജലജ ചോദിക്കുക, എടാ ആ ചന്തു എന്ന് പറഞ്ഞ കൊച്ചുണ്ടല്ലോ, അത് നിൻ്റെ അല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അഭി അങ്ങ് ഞെട്ടിപ്പോവുക. ജലജയ്ക്കും കാര്യം പിടികിട്ടിയല്ലോ, കേട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പം ജലജ പറയാം, ഞാനിപ്പോൾ ഇവിടെ നിന്നെല്ലാം കേട്ടു. നീ ആരാണ്ടോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ കൊച്ചിൻ്റെ തന്ത നീ തന്നെയല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഉടനെ തന്നെ അഭി പറയാം, കേട്ടോ, എന്നാൽ കുഴപ്പമില്ല. അതെ, ആ കൊച്ചിൻ്റെ തന്ത ഞാൻ തന്നെയാണ്. ഓഹോ, എന്നിട്ട് നീ അത് ആദർശിൻ്റെ തലയിൽ വെച്ച് കൊടുത്തോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞാൻ വെച്ച് കൊടുത്തൊന്നുമല്ല, അവനും അവൻ്റെ ഭാര്യയും കൂടി അങ്ങ് ഏറ്റതല്ലേ. സ്വന്തം കുഞ്ഞായിട്ട് ചന്തുമോളെ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അവരങ്ങ് ഏറ്റതല്ലേ, ഞാനെന്ത് വെച്ച് കൊടുത്തതാ? അപ്പോൾ ഉടനെ ജലജ പറയും, പിന്നെ നീ എന്താ പറയാത്തേ? ഇത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞാൽ എന്താവും അവസ്ഥ നിനക്കറിയാവോ? ആ ചന്തുമോള് നീ ഇത്തരക്കാരനായിപ്പോയല്ലോ നാശവേ. നീ ഇപ്പം എന്തെല്ലാം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാര്യത്തിലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിച്ചു. നിൻ്റെ അഭിനയം ഭയങ്കരമായിരുന്നു അഭി എന്ന് പറയുമ്പോൾ പറയാം, ഈ അഭിനയിക്കാൻ അറിയാവുന്നത് കൊണ്ട് തന്നെയല്ലേ ഈ അഭി ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ജലജ പറയാം, എത്ര നാൾ നീ പിടിച്ചു നിൽക്കും? ആ അനഘ എങ്ങാനും എണീറ്റല്ല അവൾ വന്ന് കാര്യങ്ങളൊക്കെ പറയില്ലേ? അഭി പറയും, അവൾ എണീക്കാനൊന്നും പോയില്ല. എണീറ്റാൽ തന്നെ അവളെ ഞാനങ്ങ് തീർക്കും. എടാ, ഈ വിവരങ്ങൾ അച്ഛനോ അമ്മയോ അതുപോലെ ആദർശം നയനിയൊക്കെ അറിഞ്ഞാൽ എന്താവും? ഈ അനന്തപുരിയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരികയല്ലേ? എന്നെ ഇറക്കി വിടുകയല്ലേ? ഇനി ഈ വയസ്സാം കാലത്ത് ഞാൻ എങ്ങോട്ട് പോകും? തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പറ്റുമോ? ഇത്രയും നാളും എനിക്ക് രാജയോഗമായിരുന്നു. നീ കാരണം എൻ്റെ രാജയോഗം പോയിട്ട് ഞാൻ ഇനി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഓരോന്നൊക്കെ ഒപ്പിച്ചു വെക്കുന്നത് മനുഷ്യൻ്റെ മനസ്സമാധാനവും പോയല്ലോ എന്ന് പറയാണ്. അപ്പോൾ അഭി പറയാം, അതൊന്നും പോകത്തില്ലമ്മേ. മുത്തശ്ശനും മുത്തശ്ശിക്കും അതുപോലെ ആദർശനും നയനിക്കും ഒക്കെ ഈ സത്യങ്ങളൊക്കെ അറിയാം. ചന്തുമോൾ എൻ്റെ കൊച്ചാണെന്നുള്ള കാര്യം. അതെങ്ങനെ അറിയാടാ അവർക്കൊക്കെ? അവരെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? അത് ആ നയനിയും ആദർശം കൂടെ DNA ടെസ്റ്റൊക്കെ നടത്തി. അപ്പോൾ അത് കൊച്ചിൻ്റെ അച്ഛനാണെന്ന് ഞാനാണെന്ന് തെളിയുകയും അതിൻ്റെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്
എല്ലാവരും അറിഞ്ഞുകൊണ്ടൊരു നാടകം കളിക്കുന്ന. അതെന്തിനാടാ എല്ലാവരും അറിഞ്ഞുകൊണ്ടൊരു നാടകം കളിക്കുന്നത്? ആദർശിൻ്റെ കൊച്ചല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാടാ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ പഴി കേൾക്കുന്നത്? എത്രമാത്രം നാണം കെടുന്നുണ്ടോ അവൻ? എന്നിട്ടും ആ കൊച്ചിനെ സ്വന്തം പോലെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? നിന്നെ വീഴ്ത്താനുള്ളൊരു മാർഗമല്ലായിരുന്നു അത്. അതെന്താ അവൻ പ്രയോഗിക്കാതിരുന്നത്? അപ്പം അഭി പറയാ, അതിൻ്റെ ആവശ്യം അവനില്ല. അവനേ ത്യാഗം അങ്ങ് സഹിച്ചതാ. ആ ത്യാഗം അങ്ങ് സഹിക്കട്ടെ. അവൻ്റെ ഭാര്യയുടെ ചേച്ചിയല്ലേ നവ്യ, അവൾ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. അവൾ എൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയ അതോടുകൂടി അനന്തപുരിയിൽ നിന്ന് എനിക്കും ഇറങ്ങാം. എടാ അതെന്താടാ അങ്ങനെ? ഓ, നവ്യക്ക് വിഷമായാലോ എന്നോർത്ത് നയന പറയാത്തായിരിക്കും. അത് തന്നെ, വിഷമമാകുന്നതോ? നവ്യ എങ്ങാനും ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെട്ടിക്കൊല്ലും. എന്നിട്ട് അവൾ ജയിലിൽ പോവും. ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അഴിയണ്ണി കിടക്കും. അവൾ എന്നെ കോടതി കയറ്റും, ഉറപ്പാ. അത് രണ്ടും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ നയനയും ആദർശവും ഈ ത്യാഗം സഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ ആ ഗോവിന്ദനും കനകയ്ക്ക് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഗോവിന്ദൻ അപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ അനന്തപുരിയിലെ കുടുംബത്തിനും മോശമാവില്ലേ ഇങ്ങനെയുള്ള കേസുകെട്ടുകളൊക്കെ? അതൊക്കെ ഓർത്തിട്ട് മാത്രം ആ ആദർശം നയനയും ഇത് സഹിക്കുന്നത്. അതുപോലെ മുത്തശ്ശനും അവരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ മതിയെന്ന്. അതല്ലേ ഇപ്പം കാര്യം മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ ഭാഗം സേഫാണ്. കാരണം നവ്യ ഇതറിയാത്തിടത്തോളം കാലം എനിക്ക് ഈ അനന്തപുരിയിൽ ഒന്നും അറിയാത്ത പോലെ അങ്ങ് ജീവിക്കാം. അമ്മയും അങ്ങനെ അങ്ങ് ജീവിച്ചാൽ മതി. നിങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായോ? അവരൊക്കെ അഭിനയിക്കുക, അതുപോലെ നമ്മളും അഭിനയിച്ച് ഇവിടെ അങ്ങ് ജീവിക്കും. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ആ അനഘയെങ്ങാനും വന്ന് നവ്യയോട് പറഞ്ഞാലേ ഉള്ളൂ. അതൊന്നും നടക്കാനും പോകുന്നില്ല. പിന്നെ ഇങ്ങനെ അങ്ങ് പോകാം. ഇതോർത്ത് ഇനി ടെൻഷൻ അടിക്കാനും പാട്ടും പാടി നടക്കാനും ഒന്നും പോകണ്ട. എടാ എന്നാലും ഇത്രയ്ക്ക് വലിയ പ്രശ്നമാവും ഇതൊന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഹോ, എൻ്റെ ദൈവമേ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് ദേഷ്യപ്പെട്ടൊക്കെ പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയുടെ ഓരോരോ കള്ളത്തരങ്ങൾ ദേവയാനി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അനിയാണെങ്കിൽ തോന്നിവാസം ഇങ്ങനെ കള്ളും കുടിച്ച് നന്ദുവിനെ ഓർത്ത് ഒക്കെ നടക്കുന്നത് കാരണം ആകെ മൊത്തം വിഷമത്തിലാണ് കേട്ടോ അനാമിക. അനാമികയാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് വേണുവിനോട് പറയുക, അച്ഛാ എന്ത് ഞാൻ ചെയ്യണ്ടേ? ഈ അനന്തപുരിയിലേക്ക് പോരെന്ന് പറഞ്ഞ് ഞാൻ തെരി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ആരുടെയും ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല. അനിയാണെ കഴിഞ്ഞ ദിവസവും മദ്യപിച്ച ആ നന്ദുവിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. മദ്യപിച്ച് ബോധമില്ലാതൊക്കെ അവൻ വീട്ടിൽ വരുന്നത്. എന്ത് ചെയ്യാനാ? ഒരു സമാധാനവും ഇല്ല. അതുപോലെ ആ വല്യമ്മയുടെ അടുത്ത് ചെന്ന് സോപ്പിടാൻ ഞാൻ നോക്കിയതാ. പക്ഷേ അങ്ങനെ ചെന്നിട്ടും ഒന്നും നടക്കുന്നില്ല. അവർ പഴയ കാര്യങ്ങളൊക്കെ കിള്ളിക്കിഴിച്ച് എന്നോട് ചോദിക്കുക. അവർക്ക് എന്തൊക്കെയോ സംശയം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവർക്ക് സംശയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. എനിക്ക് പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കാനും ഒരു 10 പൈസ ഇവിടുന്ന് കിട്ടാനും ഒന്നും പോകുന്നില്ല. അതൊക്കെ മനസ്സിലായില്ലേ അച്ഛന്? എടി മോളെ, നീ അവിടെ പിടിച്ചു നിന്ന് നിൻ്റെ അമ്മായിയമ്മയെ സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാൻ നോക്കടി. ദേവയാനി സംശയം ഉണ്ടെങ്കിൽ ഇനി ഒന്നും തരികയില്ല. അതങ്ങനെ നിൽക്കട്ടെ. സംശയങ്ങളൊന്നും മാറ്റാൻ നമ്മൾ നിൽക്കണ്ട. പക്ഷേ നിൻ്റെ അമ്മായിയമ്മയെ സോപ്പിട്ട് കുറച്ചെന്തെങ്കിലും വാങ്ങിച്ചൂടെ? അതിന് അവരുടെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഇതിന് മാത്രം ഒരു ദരിദ്രവാസി തള്ള. പിന്നെ എന്തെങ്കിലും കുറച്ച് ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ട്. അത് വല്ലതും എനിക്കെടുത്ത് പൂർണ്ണമായിട്ട് തരുമോ? എടി നീ അത് വാങ്ങണം. പിന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ ആൾക്കാരല്ലേ, കുറേ സ്വർണ്ണമൊക്കെ അവർ കൊണ്ടുവരി. അതൊക്കെ ഓരോ കാരണം പറഞ്ഞ് നീ അടിച്ചു മാറ്റണം. എന്നിട്ടിങ്ങ് പോരെ. അവൻ അവൻ്റെ തോന്നിയാസത്തിന് നടക്കട്ടെ. നിനക്ക് നിൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൻ്റെ കൂടെ ജീവിച്ചൂടെ സന്തോഷമായിട്ട്? എത്രയും പെട്ടെന്ന് നമ്മുടെ കുറേ ബാധ്യതകൾ തീർത്തിട്ട് നീ ഇങ്ങ് പോരുന്ന തന്നെയാണ് സേഫ്. അപ്പോൾ അനാമികയും പറയാം, അത് ശരിയാ, ഞാനിവിടെ നിൽക്കുന്ന അത്ര സേഫൊന്നുമല്ല. പ്രത്യേകിച്ച് ആ നന്ദു SI ആയിട്ട് ഇരിക്കുമ്പം അവൾ പല കേസുകളും കുത്തിപ്പൊക്കി നമ്മളെ എങ്ങനെയെങ്കിലും അകത്താക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഞാനിവിടെ കടിച്ചു നോക്കി നിന്നാൽ അതൊന്നും ശരിയാവില്ല. അപ്പോൾ വേണമെന്നും പറയാം, ശരിയാ, നമ്മുടെ പല കേസുകളും അവൾ പൊക്കിയെടുത്തെങ്കിൽ പാലിൽ വിഷം ചേർത്ത കേസൊക്കെ എന്ന് പറയുമ്പം അനാമിക പറയാം, അച്ഛാ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ, അന്ന് അതങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ആ നവ്യയും അവളുടെ കുഞ്ഞും കൂടെ അങ്ങ് തീരുവല്ലോ എന്നോർത്താ ഞാനതിന് കൂട്ടുനിന്നത്. ഞാനും അമ്മയും കൂടി അന്നത് കലക്കി വെച്ചത്. വല്യമ്മ എടുത്ത് കുടിച്ച് ആശുപത്രിയിലായി കരളും പോയി, എല്ലാം പോയി. അതോടുകൂടി എൻ്റെ കഷ്ടകാലവും തുടങ്ങി. അതെങ്ങാനും ഇനി വല്യമ്മ അറിഞ്ഞ എന്നെ വെറുതെ വിടുകയില്ല. ഇപ്പം തന്നെ പൂർണ്ണമായിട്ടും എന്നെ സംശയം. ഇനി പാലിൽ വിഷം ചേർത്ത് വെച്ച് വല്യമ്മയെ കൊല്ലാൻ നോക്കിയത് കൂടി നമ്മളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. എന്നെ പിടിച്ച് അകത്തിടും. അവരെന്നെ ഇവിടെ നിറക്കിയും വിടും. ഹോ, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല അച്ഛാ. അതൊക്കെ ഒന്നും മിണ്ടാതിരിക്കുക. അതേ മോളെ, നീ സേഫായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെന്ന് വേണുവും പറയാം. ശരി അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ നമ്മുടെ ദേവയാനിയാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുകയാണ്. അനാമികയെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനി. അനാമികയുടെ പല പ്രവർത്തനങ്ങളും ദേവയാനി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അനാമികയ്ക്ക് ഒരു കാമുകനുണ്ടെന്ന കാര്യം കൂടി ദേവയാനിക്ക് പിടികിട്ടുകയാണ്. കാരണം അനാമികയുടെ ഫോണിൽ വരുന്ന കോളുകളും ചാറ്റുകളും ഒക്കെ ദേവയാനി കണ്ടുപിടിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ഈ ഒരു കോളും കേൾക്കുന്നത്. ദേവയാനി ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോവാണ്, മാറി നിൽക്കുകയാണ് കേട്ടോ അനാമിക കാണാതെ. എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുക, ദൈവമേ, ഇവളായിരുന്നു അന്ന് പാലിൽ വിഷം ചേർത്ത് വെച്ചത്, എന്നെ കൊല്ലാൻ നോക്കിയത്. ഇപ്പം അവൾ പറയുന്നത് കേട്ടില്ലേ, ആ നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവളും രേവതിയും കൂടി അത് ചെയ്തതെന്ന്. ശരിയാ, അന്ന് രേവതിയും ഇവിടെ ഉണ്ടായിരുന്നു, അവർ ചെയ്തത് തന്നെയാ. ജലജയൊക്കെ എത്രയാണേലും ഇങ്ങനെയുള്ള ദുഷ്ടത്തരമൊന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. നയനെ എടുത്തു വെച്ച പാലിൽ വിഷം ചേർത്ത് വെച്ചതാ നവ്യയ്ക്ക് കൊടുക്കാൻ. എന്നിട്ട് അത് ഞാൻ എടുത്ത് കുടിച്ചപ്പോൾ എനിക്ക് എന്തെല്ലാം സംഭവിച്ചത്. മരണത്തിനോട് മല്ലിട്ട് ഞാൻ എത്ര ദിവസം കിടന്നു. ഇനി എൻ്റെ കരളും എല്ലാം പോയില്ലേ. അതുകൊണ്ടല്ലേ നയനമോക്ക് എനിക്ക് കരൾ തരേണ്ടി വന്നത്. ഞങ്ങൾക്ക് രണ്ടിനും അത് ആപത്തല്ലായിരുന്നോ? ഇത്രയും വലിയ വിപത്തൊക്കെ ചെയ്ത ഇവളുമാരൊക്കെ മനുഷ്യരാണോ? ഇവരെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ എന്ന് ദേവയാനി ചിന്തിക്കുക. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. നവ്യയുടെ വയറ്റിലുള്ള ആ പിഞ്ചു കുഞ്ഞിനെയും കൊല്ലാൻ വേണ്ടിയിട്ട് ഈ പണി ചെയ്യുകയും അത് എൻ്റെ ജീവന് വരെ ആപത്താകുകയും ചെയ്തപ്പം ഇവർ ഈ വീട്ടിൽ നിന്നാൽ ശരിയാവില്ല. അനാമിക ഇനിയും ഈ വീട്ടിൽ നിന്നാൽ പലരുടെയും ജീവൻ ആപത്ത് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ എന്തായാലും ഞാൻ കേസ് കൊടുക്കും എന്ന് ദേവയാനി പറയുക. എന്നിട്ട് ദേവയാനി നയനയോട് പറയുന്നുണ്ട്, നയനെ, എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നേ? അല്ല, നന്ദുവിനെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയാണ്. ചില കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി വരുത്താനുണ്ട് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, എന്തിനാമ ഇനിയും പോകുന്നത്? സ്വർണത്തിൻ്റെ കേസും സ്ഥലത്തിൻ്റെ കേസിലൊക്കെ അനാമിക ഫ്രോഡാണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ മാല മോഷ്ടിച്ചത് അനാമിക അവളുടെ അച്ഛനും കൂടിയാണെന്നുള്ള കാര്യവും മനസ്സിലായി. ഇനിയിപ്പം നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ ചെകഞ്ഞ് നടക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയാണ്, ഇതിപ്പോൾ അതൊന്നും അല്ല കാര്യം, വേറെ ചില കാര്യങ്ങളാണ്, നിനക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം നയന പറയണം, ഞാനും വരാമേ എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. ചെല്ലുമ്പോൾ നന്ദു അവിടെ ഉണ്ട് കേട്ടോ. നന്ദുവിനോട് പറയുന്നുണ്ട് ദേവയാനി, അതെ നന്ദു, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുക, എന്താ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പരാതിയുണ്ട്, ഒരു കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് പറയാണ്. അപ്പോൾ ചോദിക്കുക, കൊലക്കുറ്റത്തിന് ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്ന് നന്ദു ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അത് അനാമികയ്ക്കെതിരെയാണ് എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുക, അവക്കെതിരെയോ? അവളിങ്ങനെ പല ഫ്രോഡ് പണികളും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കൊട്ടേഷൻ കൊടുത്ത് അവളും അവളുടെ അച്ഛനും കൂടി എന്നെ കൊല്ലാൻ നോക്കിയതാ. അതിന് പകരം ഇരുട്ടടിയായിട്ട് ഞാൻ അതങ്ങ് കൊടുത്തു. അതുകൊണ്ട് ഞാനത് വിഷയമാക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തിനാ വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ചോള് എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ, എന്നെ കൊല്ലാൻ ശ്രമിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അന്ന് പാലെടുത്ത് കുടിച്ച് എൻ്റെ കരൾ പോയത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നന്ദു, അതിപ്പോൾ എങ്ങനെയാണ് യാദർശേട്ടൻ്റെ അമ്മ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് ദേവയാനി, ഇന്നിപ്പോൾ അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവളുടെ അച്ഛനോട് പല കാര്യങ്ങളും തുറന്ന് സമ്മതിക്കുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു. അതെല്ലാം ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുമുണ്ട്. ഇത് നല്ലൊരു തെളിവല്ലേ എന്ന് ചോദിച്ച് കാണിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു അത് കേട്ട് നോക്കും. അപ്പോൾ അനാമിക എല്ലാ സത്യങ്ങളും അങ്ങ് കുമ്പസരിക്കുന്ന പോലെ പറയാണ്. പാലിൽ വിഷം ചേർത്ത് കൊടുത്ത കാര്യവും എല്ലാം പറയുന്നത് ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക ദേവയാനി. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, ഇപ്പം മനസ്സിലായില്ലേ, അന്ന് നവ്യയും കുഞ്ഞിനെയും കൊല്ലാൻ പാലിൽ വിഷം ചേർത്ത് കൊടുത്തത് രേവതിയും അനാമികയും കൂടിയാണ്. അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇതുവരെ എനിക്കത് മനസ്സിലായില്ല. അന്ന് നവ്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അല്ലെങ്കിലും അതെടുത്ത് കുടിച്ച് ഞാൻ ആശുപത്രിയിലായി മരണത്തോട് മല്ലിട്ട് കിടന്നതല്ലേ. അങ്ങനെയുള്ള അവളെ വെറുതെ വിടാൻ പറ്റില്ല. എനിക്കിത് പരാതിയുണ്ട്, തെളിവുമുണ്ട്. അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയാണ്. അപ്പം നയന അന്തം വിട്ടിങ്ങനെ ഇരിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അമ്മ എന്നോട് ക്ഷമിക്കണം. എന്താ? അല്ല, ഈ കാര്യം എനിക്കറിയായിരുന്നു, ഞാനത് അമ്മയോട് പറയാതിരുന്നാ. അതെന്താ നീ എന്നോട് പറയാതിരുന്നത്? അന്ന് ഇങ്ങനെയായി സംഭവിക്കുള്ളെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. പക്ഷേ അമ്മ ഞങ്ങളോട് ഉടക്കായതുകൊണ്ടും അമ്മയ്ക്കിത് അറിഞ്ഞാൽ വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ടുമാണ്. അനാമിക അവളുടെ അമ്മയും കൂടിയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ നന്ദുവിനും അറിയാം. ഞങ്ങളത് അവളോട് ചോദിക്കുകയും ചെയ്തതാ. പിന്നെ എന്തിനാണ് കുടുംബത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഓർത്ത് അനിയുടെ ജീവിതത്തെ ഒക്കെ ഓർത്തിട്ടാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. അത് അമ്മ ഇപ്പോൾ അതൊരു കേസാക്കണമെന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എന്താണ് അതിനെ നീ പറയുന്നത്? ഇതുപോലുള്ള ദുഷ്ട മനസ്സുമായിട്ട് ജീവിക്കുന്നവർ അനന്തപുരിയിലുണ്ടെങ്കിൽ പിന്നെ അനന്തപുരിയിലുള്ള മറ്റുള്ളവരുടെ ജീവൻ എന്താ വിലയുള്ളത്? ഇവൾ ആരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കില്ലേ? മുത്തശ്ശിയുടെ ജീവിതത്തിനൊക്കെ പിന്നെ എന്താ വില? അവരെയൊക്കെ അവൾ തീർക്കില്ലേ? അങ്ങനെയുള്ള ഒരുത്തി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണമെന്നാണോ നീ പറയുന്നത്? അവൾ അനന്തപുരി പാടില്ല. അതുപോലെ അവൾ ചെയ്തത് ഒരു കൊലക്കുറ്റമാണ്.
കാരണം കൊലപാതക ശ്രമമാണ് നടത്തിയത്. അത് അത്ര ചെറിയ കുറ്റമാണോ നമ്മുടെ നാട്ടിൽ? അല്ലല്ലോ. അതിന് അവൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെ കിട്ടണമെന്നേ. ഇത്രയൊക്കെ ഞാൻ ക്ഷമിച്ചു. ഒരുപാട് നമ്മളെ അവൾ പറ്റിച്ചു. എന്നിട്ടും ഞാൻ അതൊക്കെ ക്ഷമിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇത് ഞാൻ ക്ഷമിക്കില്ല. ഇതിനെനിക്ക് പരാതിയുണ്ട് നന്ദു. അതുകൊണ്ട് നന്ദു ഈ തെളിവ് വെച്ച് അവളെ അറസ്റ്റ് ചെയ്യണം. വ്യക്തമായ തെളിവല്ലേ എന്ന് ചോദിക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, അതിനെനിക്ക് പ്രശ്നമില്ല, ഞാൻ എന്തായാലും വരാം അനന്തപുരിയിലേക്ക് എന്ന് പറയുക. അങ്ങനെ നന്ദുവും പോലീസുകാരും കൂടെ അനന്തപുരിയിൽ എത്തുമ്പോൾ അനാമിക അവിടെയുണ്ട്. അനാമികയോട് പറയുന്നുണ്ട്, നിന്നെ എഴുതിയ ഒരു കേസുണ്ട്, നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നാന്ന് പറയുമ്പോൾ അനാമിക ഇങ്ങനെ നിൽക്കുക. നിന്നിട്ട് പറയാം, എന്ത് കേസാണ്, നീ ഇനി എന്താ കെട്ടിച്ചമച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി ഈ ചരിത്രങ്ങളൊക്കെ അങ്ങ് പറയാണ്. എന്നിട്ട് ഫോണിൽ റെക്കോർഡ് ചെയ്തത് നന്ദുവിനെ അനാമികയെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ നീ എന്ന് പറയാം. നന്ദു പറയാം, വാടി കയറടി, ഇനിയിപ്പം നിന്നെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് ഒരു മടിയില്ല, വ്യക്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് നിന്നെപ്പോലെ ഒരുത്തി ഇനി ഈ അനന്തപുരി പാടില്ല, നീ ലോക്കപ്പിലേക്ക് പോകാൻ പറയുകയാണ്. എന്നിട്ട് നന്ദുവും പോലീസുകാരുടെ വലിച്ച് അനാമികയെ കൊണ്ടുപോകാം. അപ്പം ദേവയാനിയും പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ വീട്ടിൽ വേണ്ട, നീ ഇനി അകത്ത് കിടന്ന് അഴിയെണ്ണാണ് അനാമികയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്